ആ ഓരോ തവണ ഈ ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കുന്ന സമയത്തും പുതിയ പുതിയ ഒരുപാട് സുഹൃത്തുക്കളെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് വളർച്ചയ്ക്ക് വേണ്ട വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് ഗ്രൂപ്പ്സ് മാറുന്നു എന്ന് പറയുന്നതിൽ ഒരു വലിയൊരു സത്യം. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത് എന്നെയും മാറ്റിമറിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ ഓരോ ടോക്സും ഒക്കെ അത് പ്രാഥമികമായിട്ടും ആത്യന്തികമായിട്ടും എന്നെ നന്നായിട്ട് മാറ്റുന്നുണ്ട് എന്നുള്ളത് ഞാൻ അത് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. കാരണം ഒരു ടോക്ക് കഴിഞ്ഞ് ഇറങ്ങുന്ന ഞാൻ ആ ടോക്കിന് വരുന്ന സമയത്തുള്ള വൈദ്യുരാജിനേക്കാളും ഒരു അല്പമല്ല നന്നായിട്ട് തന്നെ ഒരു വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. കാരണം പലപ്പോഴും നമ്മളുടെ ചൊല്ലും ചെയ്തിയും തമ്മിൽ, പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതില്ലാതെ ആവുന്നുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞാണല്ലോ, എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഇതെല്ലാം പങ്കുവെക്കുകയാണല്ലോ, പല കാര്യങ്ങളും പങ്കുവെക്കുന്നുണ്ടല്ലോ. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു വിമർശനാത്മകമായിട്ടുള്ളൊരു ചോദ്യം ഞാൻ എനിക്ക് നേരെ തന്നെ എഴുതി വിടാറുണ്ട്. അപ്പൊ അതെന്നെ പ്രാപ്തനാക്കുന്നുണ്ട് കുറച്ചും കൂടി ഒരു നല്ല മനുഷ്യനാവും. അതിനൊരുപാട് നന്ദിയുണ്ട്. ഇന്ന് നമുക്ക് സാമ്പത്തിക അച്ചടക്കം പിന്നീടുള്ള കുടുംബത്തിൽ നിന്നുള്ളതാണ് വിഷയം വരുന്നത്. അപ്പം പിന്നീടുള്ള കുടുംബം എന്നുള്ള വാക്കിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സുബോധത്തിൽ ജീവിക്കുന്ന ഒരു സമയത്തെക്കുറിച്ചാണ്. നമ്മൾ മദ്യപാനം നിർത്തിയതിന് ശേഷം സുബോധവാന്മാരാവാനായിട്ടുള്ള നമ്മുടെ പരിശ്രമത്തിന്റെ ആ ഒരു ഭൂമിക, ആ ഒരു സ്ഥലം, അതാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. ഇവിടെ നമ്മൾ സുബോധം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രൂപം യാഥാർത്ഥ്യ ബോധം എന്നുള്ളതും കൂടിയാണെന്നുള്ളത്. സുബോധം ഇസ് ഈക്വൽ ടു യാഥാർത്ഥ്യ ബോധം. അങ്ങനെ ആകുമ്പോഴാണ് ഒരു വലിയൊരു പ്രശ്നം നമ്മൾ നേരിടേണ്ടി വരുന്നത്. കുടിച്ചു നടന്ന കാലത്ത് ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നില്ല. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും നമ്മൾ ബോധവാന്മാരായിരുന്നില്ല. നമ്മളൊരു മായികമായിട്ടുള്ള ഒരു ജീവിതത്തിൽ തികച്ചും അയാഥാർത്ഥ്യമായ യാഥാർത്ഥ്യ ജീവിതവുമായിട്ട് കുലബന്ധമില്ലാതെ നടക്കുന്ന ഒരവസ്ഥയിൽ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ മദ്യപാനം നിർത്തി സുബോധവാന്മാരാവാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് ഈ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് നമ്മൾ പറിച്ചു നടുകപ്പെടുക. അതാണ്. അപ്പം യാഥാർത്ഥ്യങ്ങളുടെ ലോകം എന്ന് പറഞ്ഞത്, നമ്മളെ കാത്തിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കടുത്ത യാഥാർത്ഥ്യങ്ങളാണ്. ഇത് നമ്മളെ ഒരുപാട് ചഞ്ചലിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം അത്രമാത്രം താറുമാറായിട്ടുണ്ട് എൻ്റെ ജീവിതം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ യാഥാർത്ഥ്യബോധം അതാണ്. എൻ്റെ ജീവിതം എൻ്റെ മദ്യപാനം കൊണ്ട് എത്രമാത്രം മോശമായിട്ടുണ്ട്. താറുമാറായി എന്നുള്ള വാക്ക് തന്നെയാണ് കറക്റ്റ്. തകർന്ന് തരിപ്പണായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ തിരിച്ചു കുടുംബത്തിലേക്ക് കയറുന്നു. അത് പല മേഖലയിലും താറുമാറായിട്ട്. ആദ്യമായിട്ട് എനിക്കെൻ്റെ ആരോഗ്യം മൊത്തം പോയ സമയമായിരുന്നു ഞാൻ കുടി നിർത്തുന്ന സമയം. അതൊന്ന്. അപ്പം ആരോഗ്യത്തിന്റെ എല്ലാ അങ്ങേയറ്റം പറ്റിയിട്ടുണ്ട്. സിറോസിസ് അടിച്ചു. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു. പിന്നെ എന്ന് വെച്ചാൽ മറ്റൊരു താറുമാറായ ഒരു വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ മനോനിലയിൽ ഒരുപാട് താറുമാറാക്കപ്പെട്ടു മദ്യപാനം കൊണ്ട്. ദ വേ വി തിങ്ക്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിൽ നമ്മുടെ മനോഭാവങ്ങൾ താറുമാറായിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ആത്മീയ ജീവിതം പറയണ്ട, അത് ഒരു വഴിക്കായിട്ടുണ്ട്. പിന്നെ ഉള്ളത് സാമൂഹ്യമായിട്ടുള്ള ജീവിതത്തിൽ പറ്റിയിട്ടുള്ള കുഴപ്പങ്ങളൊക്കെയാണ്. ഇത് ഞാൻ പറയുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓരോ മേഖലകളിലും നമുക്ക് പറ്റിയിട്ടുള്ള പരാജയങ്ങളാണ്. സാമൂഹ്യ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് എത്രമാത്രം ആൾക്കാർ എന്നെ ഈ വൃത്തികെട്ട കണ്ണുകൊണ്ടാണ് നോക്കി കാണുന്നത് എന്നുള്ളത്. ഞാൻ കുടി നിർത്തിയിട്ടുണ്ട്. കുടി നിർത്തി ഞാൻ നല്ല ജീവിതം നയിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് സമൂഹം എന്നെ നോക്കിക്കാണുന്നത് ഒന്നിനും പറ്റാത്ത
അവജ്ഞയോട് കൂടിയുള്ള ആ നോട്ടങ്ങളും വാക്കുകളും ഒക്കെ, അതൊക്കെ ഞാൻ ഫേസ് ചെയ്യേണ്ട വരുന്നുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെയുള്ളത് ജോലിസ്ഥലം. ജോലിസ്ഥലം ഏകദേശം എന്റെയൊക്കെ ജോലി സ്ഥലത്ത് നിന്ന് പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് വരെയുള്ള എല്ലാ പരിപാടികളും അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്നതാണ്. പണി പോയില്ല എന്നുള്ളത് ഒരു വലിയൊരു കിട്ടലായിരുന്നു. പിന്നത്തേത് വരുന്നത് കുടുംബത്തിനകത്തുള്ള എത്ര മാത്രം കുടുംബം താറുമാറായി കിടക്കുകയാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യബോധം. അറിഞ്ഞിട്ടില്ല ഇത്രമാത്രമൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം കുടുംബത്തിന്റെ എല്ലാവിധ ബന്ധങ്ങളിലുള്ള എല്ലാവിധ ദൃഢതയും പോയി. വേണ്ട കണ്ടു കഴിഞ്ഞാൽ ഒരു മൈൻഡ് ഇല്ലാതെ, മക്കളെ കാര്യമൊക്കെ ഞാൻ പറയുന്നത്, എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, മക്കളുടെ അടുത്ത് നിന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, അതൊന്നും കിട്ടുന്നില്ല. കെട്ടിയോളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ലഭിക്കുന്നില്ല. എന്റെ മനസ്സിൽ അപ്പൊ എന്തായിരുന്നു വെച്ചാൽ, ഞാൻ നന്നാവുമല്ലേ, എന്നിട്ട് ഇവരൊന്നും എന്താ എന്നോട് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറും. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ്, എനിക്ക് കുറെ കാലം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് മനസ്സിലാക്കുന്നത്, 10-20 വർഷം ഇവരെന്നെ സഹിക്കുകയായിരുന്നല്ലോ. ആ 20 വർഷം ഞാൻ ഇവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പരിക്കുകൾ, ആ പരിക്കുകളിൽ നിന്ന് കരകയറാൻ അവർക്കും സമയം വേണം എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാകുന്നത്. മറ്റേ ഞാനൊരു ദിവസം കുടിയും നിർത്തി ഇവിടെ കുട്ടപ്പനായിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് എല്ലാവരും മാന്യമായിട്ട് നിൽക്കണം എന്ന് ഞാൻ അവകാശപ്പെടുന്നതിൽ എന്തർത്ഥമുള്ളത്? ഒരർത്ഥവും ഇല്ല അതിൽ. അത് കുടുംബത്തിന്റെ കാര്യം. പിന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങള്. സാമ്പത്തിക മേഖലയിൽ മദ്യപാനം നിർത്തി വരുന്ന സമയത്ത്, യാഥാർത്ഥ്യബോധത്തോട് കണ്ണിന് കണ്ണ് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത്, എൻ്റെ സാമ്പത്തിക നില താറുമാറായിട്ട് കിടക്കുക. ഞാൻ അറിഞ്ഞിട്ടില്ല ഇത്രമാത്രം ഞാൻ കടത്തിലൊക്കെ മുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. കാരണം അത് അറിയണമെങ്കിൽ ഒരു ബോധം വേണ്ടേ. അത് അവനവന്റെ അന്നത്തെ കാര്യങ്ങൾ അതിലൊരു 1 day at a time എന്നുള്ള ലൈനിൽ തന്നെ കാണാത്. അന്നത്തെ കുടി നടക്കാൻ വേണ്ടി ഏതാണ്ടൊക്കെയോ കസർത്തുകളൊക്കെ കാട്ടിക്കൂട്ടും, കുടി നടക്കും, ഭംഗിയായിട്ട് കുടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന, അതിൽ നിന്നുണ്ടായി വരുന്ന സാമ്പത്തിക ബാധ്യതകൾ എന്താന്നുള്ള തിരിഞ്ഞുനോട്ടം നടത്തുമ്പോഴാണ് പേടി വന്നുപോയി. ഞാൻ തിരിച്ച് കുടി നിർത്തിയത് 2004 ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. 2004. ഇപ്പൊ 17 വർഷവും 2 മാസവും കഴിഞ്ഞു. ഈ 2004 ഞാൻ കുടി നിർത്തിയിട്ട് തിരിച്ച് കുടുംബത്തിലേക്ക് എത്തിയ സമയത്ത് എന്നെ നോക്കി ഭയപ്പെടുത്തുന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ കടങ്ങളായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല ഇത്ര മാത്രം ഞാൻ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറയാം, കുടി നിർത്തുമ്പോ എൻ്റെ കടം, നമ്മൾ ക്ലോസ്ഡ് മീറ്റിംഗ് ആയതുകൊണ്ട് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, 11 ലക്ഷം രൂപ എനിക്ക് കടം ഉണ്ടായിരുന്നു 2004. ഓക്കെ, 11 ലക്ഷം രൂപ കടത്തിലാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് കുടിയൊക്കെ നിർത്തി മീറ്റിങ്ങുകളിൽ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി, എയിൽ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി, ലിറ്ററേച്ചറൊക്കെ വായിക്കാൻ തുടങ്ങി, സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങി, നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ 10ാമത്തെ ടോക്കൺ വാങ്ങാനായിട്ട് കയറിയ സമയത്ത് ഞാനൊരു തിരിഞ്ഞുനോട്ടം നടത്തിയപ്പം ആ മീറ്റിങ്ങുകളിൽ ഈ 10 വർഷത്തിന്റെ ഇടയിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരും ഷെയറിങ്ങിന്റെ ഇടയിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാൽ, അവരൊക്കെ വെച്ചടി കയറ്റാണ് അവരുടെ സാമ്പത്തിക നിലയിൽ. കുടി നിർത്തിയതിന് ശേഷം ഒന്നിനൊന്ന് മേലോട്ട് അവർ പൊക്കോണ്ടിരിക്കുക. അവരുടെ കടങ്ങളെല്ലാം വീടി കിട്ടി, അവരുടെ പുതിയ കാറ് വാങ്ങുന്നു, വലിയ വീട് വെക്കുന്നു, മക്കളെ നല്ല നിലയിൽ കെട്ടിച്ചു വിടുന്നു. ഇതിന്റെ എല്ലാം കാരണം അവരുടെ സുബോധാവസ്ഥയാണ് എന്ന് ഓരോ മീറ്റിങ്ങിലും പലരും ഷെയർ ചെയ്യുന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കൊതി വന്നിട്ടുണ്ട് ശരിക്കും. കാരണം എൻ്റെ സ്ഥിതി അതല്ല. 10 കൊല്ലത്തിന് ശേഷം ഞാൻ എൻ്റെ കണക്കുകൾ എടുത്തപ്പം, കുടി നിർത്തിയപ്പോൾ 11 ലക്ഷം ഉണ്ടായിരുന്ന ഞാൻ 10 കൊല്ലത്തിന് ശേഷം എൻ്റെ കണക്കെടുത്തപ്പം എൻ്റെ കടം 14 ലക്ഷമായിട്ട് മാറി. 3 ലക്ഷം കൂടുക ചെയ്തു എൻ്റെ കടങ്ങൾ. ആ സമയത്ത് എൻ്റെ തലയ്ക്കകത്തോട്ട് ഒരു ദുർചിന്ത കയറി വന്നു, ഈ കുടിക്കാതിരുന്നിട്ട് ഒന്നും സംഭവിക്കുന്നു. ഇങ്ങനെയൊക്കെ ദുർചിന്ത കയറി വരുന്നത്. അതാണ് നമ്മൾ പറയുന്ന കണ്ണിങ് ആണല്ലോ. നമ്മൾ നേരിടുന്ന ഈ മദ്യാസക്തി എന്ന് പറയുന്ന രോഗം വളരെ കണ്ണിങ് ആണെന്ന് നമ്മൾ എപ്പോഴും പറയും. ഭയങ്കര സൂത്രശാലിയാണത്. എൻ്റെ തലയിലോട്ട് കയറി വരുന്നത്, ഈ കുടിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല.
കുടിച്ചു നടന്നപ്പോ എനിക്ക് 11 ലക്ഷം കടമുള്ളൂ. ഇപ്പൊ ദേ 14 ലക്ഷം എന്റെ കടം. ഞാൻ പറയുന്നത് ആ സാമ്പത്തിക പ്രതിസന്ധിയെ നോക്കിക്കാണാനുള്ള കെൽപ്പില്ലായ്മയായിരുന്നു. എന്തോ തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ടും എല്ലാം ആണെന്ന് പറയാം. എന്നെ ചികിത്സിച്ച എന്റെ ചികിത്സക എന്നോട് ഞാൻ പറഞ്ഞു, അവരോട് കാര്യമായിട്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കര അസ്വസ്ഥനാകുന്നുണ്ട്. ഞാൻ ഓരോ തവണ ഇവിടെ വന്നിട്ട് പലരും ഷെയർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. കാരണം എന്റെ കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എത്ര കടമുണ്ട് ഇപ്പം? ഞാൻ പറഞ്ഞു ഇങ്ങനെ 11 ലക്ഷത്തിൽ നിന്ന് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 14 ലക്ഷമായി. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങി, കുടി നിർത്തിയിട്ട് എന്ത് കാര്യം, അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങി. അത് അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എടുത്ത വഴിക്ക് എന്നോട് ചോദിച്ചത്, ആവറേജ് നീ ഒരു ദിവസം എത്ര കുടിക്കുകയായിരുന്നു, എത്ര രൂപയ്ക്ക് കുടിക്കുകയായിരുന്നു? അങ്ങനെ ചോദിച്ചപ്പം എനിക്ക് പെട്ടെന്നൊരു ഉത്തരം, കാരണം അവസാന കാലഘട്ടം എത്തിയപ്പോൾ എല്ലാവരും നമ്മുടെയൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയുള്ള സ്ഥിതികളൊക്കെ തന്നെ. പക്ഷെ എന്നാലും ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു 500-600 രൂപയ്ക്കൊക്കെ അന്ന് 35 രൂപയുള്ള ഒരു പെഗ്ഗിന്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞ വേണ്ട, 500 എടുത്താ ഒരു ദിവസം നിനക്ക് 500 രൂപ കുടിക്കാൻ വേണമെന്ന് എടുക്കാം, നീ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയ ദിവസം. അങ്ങനെയാണെങ്കിൽ 365 ദിവസം കൊണ്ട് അവരുടനെ തന്നെ കാൽക്കുലേറ്റർ ഒക്കെ എടുത്തിട്ട് അടിച്ച് കാണിച്ചു തരാം. എനിക്ക് 365 ദിവസം നീ 500 രൂപ വെച്ച് കുടിച്ചോണ്ടിരുന്ന നിനക്ക് 2 ലക്ഷം രൂപ ആവറേജ് വേണം. ഒരു 1,82,000 ചില്ലുവാനം 500 രൂപ, 1,82,500 ആണ് ആ കണക്ക് കൃത്യം. എന്നാ പോട്ടെ, ഒരു 2 ലക്ഷം നമുക്ക് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ കുടി നിർത്തിയിട്ട് 10 വർഷമായി. 10 വർഷം ആകുമ്പോൾ നിനക്ക് 20 ലക്ഷം രൂപയാണ് നീ കുടിച്ച് കളയേണ്ടിയിരുന്ന ആളാണ് നീ. അത് നിനക്ക് കളയാൻ അത് ലാഭമാണ് നിന്റെ. നീ കുടിച്ച് കളഞ്ഞില്ലല്ലോ, കുടി നിർത്തിയോണ്ട് 20 ലക്ഷം രൂപ ഇപ്പൊ തന്നെ നീ ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ആ ഒരു ആംഗിളിൽ ഞാൻ അത്രയും കാലം നോക്കി കണ്ടിട്ടില്ലേ. അപ്പൊ ആലോചിക്കുമ്പോൾ കുടി നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ തട്ടിപ്പോവായിരുന്നു എന്നുള്ളത് അതാണ് സത്യം. എന്നിരുന്നാലും ഈ കണക്കിന്റെ കളികളാണല്ലോ അതൊക്കെ. 500 രൂപ വെച്ചിട്ട് ഒരു ദിവസം കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ 10 കൊല്ലം കൊണ്ട് എനിക്കുണ്ടായ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 29 ലക്ഷം, അല്ല 18 ലക്ഷത്തിന്റെ അടുത്ത് വരുന്നുണ്ട്, 20 ലക്ഷത്തിന്റെ അടുത്തൊക്കെ വരുന്നു. അപ്പം പറയുമ്പം എനിക്ക് സുബോധം എനിക്ക് തന്നത് ഇത്രയും കാശാ. എന്റെ കടം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10-30 ലക്ഷത്തിന്റെ അടുത്ത് കടം എത്തേണ്ടതിന് പകരം എനിക്കിപ്പോ 14 ലക്ഷം കടം. അതാ എന്റെ ഒരു വേറൊരു ആംഗിൾ എനിക്ക് കാണിച്ചു തന്നത്. അതാ ഞാൻ പറഞ്ഞ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് ഓൾട്ടേർഡ് ആയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ, പല കാര്യങ്ങൾക്കും വ്യത്യസ്തമായൊരു മനോഭാവമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര സമാധാനമായി. ഇങ്ങനെ ഒരു ആംഗിളിൽ അങ്ങനെ നോക്കി കാണാൻ തുടങ്ങിയപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്ന് തോന്നാൻ തുടങ്ങി. ഇത്രയും ഉണ്ടല്ലോ എന്റെ കടം എന്നുള്ളതിന് പകരം ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ള തോന്നലിലേക്ക് എത്തിയപ്പം ഒരുപാട് സമാധാനം കിട്ടി. പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തുകൊണ്ട് എന്റെ കടം കൂടി, ആ ചോദ്യം അപ്പോഴും ഉണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. അത് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ ഉത്തരം എനിക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ, എന്റെ ജീവിതത്തില് കുടി നിർത്തിയതിന് ശേഷവും സാമ്പത്തികമായിട്ട് ഒരു അച്ചടക്കം നടപ്പിലാക്കിയിട്ടില്ല ഞാൻ. എനിക്കൊരു സാമ്പത്തികമായ അച്ചടക്കം ഇല്ലാത്ത ഒരു ജന്തുവായിട്ട് തന്നെയാണ് ഞാൻ കുടി നിർത്തിയ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് എന്റെ സാമ്പത്തിക അച്ചടക്കം താറുമാറായിട്ടുണ്ട്. ഇപ്പോഴും പഴയ പടി തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ശീലമുള്ളത് കൊണ്ട് എനിക്ക് എന്നെ തന്നെ ഒന്ന് പരിശോധിക്കണം എന്ന് തോന്നിപ്പോയി. വേണമല്ലോ, നമ്മൾ അകത്തോട്ട് നോക്കാനായിട്ട് പഴമക്കാരൊക്കെ ലുക്ക് ഇൻസൈഡ്. അപ്പൊ അങ്ങനെ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കണം. കാരണം ഈ കടം എങ്ങനെ കൂടി എന്നുള്ളത് എന്റെ സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മയാണെങ്കിൽ അതിന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് അറിയാനായിട്ട് ഞാൻ തന്നെ ഒന്ന് ഇരുന്ന് ഞാൻ ആത്മം എങ്ങനെ പരിശോധിക്കുക എന്ന് പറയില്ല, അത് മെനക്കെട്ട് ചെയ്തൊരു കാര്യം ആ സമയത്ത് 2014 അത് എൻ്റെ അടുത്ത് ആ ബുക്ക് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാനിരുന്ന് നോക്കിയ ആ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചു. അത് എങ്ങനെയൊക്കെയാണ് എന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നോട് പറഞ്ഞിട്ടാട്ടോ, അവര് എന്നോട് കൗൺസിലർ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യടാന്ന് പറഞ്ഞു. അങ്ങനെയാ ചെയ്തത്. അപ്പൊ അതിനകത്ത് എന്റെ കുഴപ്പങ്ങൾ, എന്റെ സ്വഭാവത്തിലുള്ള
ഈ കുഴപ്പങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ വിലയിരുത്തിയത് ഇതൊക്കെയാണ്. ഇത് ഞാൻ പറയുന്നത് പേഴ്സണൽ ആയിട്ടാണ് പറയുന്നെങ്കിലും ഇത് പലരുടെയും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു വലിയ ഗുണമാണ്, നമുക്ക് ഒരുപാട് സമാനതകളുള്ള ആൾക്കാരാണ്. ഒരാളുടെ പ്രശ്നം പറയുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടല്ലോ ഒരു സമാനത എപ്പോഴും കാണാം. അതാണ് ഷെയറിംഗ് ഒക്കെ ഒരാൾ ചെയ്യുമ്പം എനിക്കും അതിന്റെ അപ്പുറമാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാനിത് എന്റെ പേഴ്സണൽ കാര്യമായിട്ട് തന്നെ എടുത്തു പറയുന്നത്. അതായത് എന്തൊക്കെയായിരുന്നു എന്റെ സാമ്പത്തിക മേഖല ഈ വളരാത്തതിന്റെയും താറുമാറായതിന്റെയും പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു കുടി നിർത്തിയതിന് ശേഷമാണ് കേട്ടോ. കുടി നിർത്തിയതിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് തോന്നിയത്, ഈ പോയിട്ടുണ്ട് 10-20 കൊല്ലത്തെ കുടി കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടല്ലോ. ഈ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ചിന്ത നന്നായിട്ട് തലയ്ക്കകത്തുണ്ടായി. അതായത് അത് എല്ലാരെയും ഒന്ന് കാണിച്ചു കൊടുക്കണം. അതെ, ഞാൻ കുടി നിർത്തിയിട്ട് കാണിച്ചു തരാം എന്താണ് ബൈജുരാജ് എന്നുള്ള ഞാൻ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ മക്കളെ എന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റങ്ങളൊക്കെ ആയിരുന്നു. ഇല്ലെങ്കിൽ അത് ഈ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാകുന്നില്ല. ആ സ്വഭാവം അങ്ങനെയല്ല പറയേണ്ടത്. നഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കുകയാണ്. അവിടെ ആ പെട്ടെന്ന് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട കാര്യം. കാത്തിരിക്കാനൊന്നും സമയമില്ല, ഉടൻ വേണം, ഉടൻ നമുക്ക് കാശുകാരനാവണം. അതിനു വേണ്ടിയിട്ട് നടത്തിയ പങ്കപ്പാടുകൾ അത് കേട്ടാൽ ചിരി വരും. അന്ന് ഇത്രയും ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടെന്നൊക്കെ ഉണ്ടായിട്ട് പോലും ഈ മണി ചെയിൻ ഒക്കെ ഇറങ്ങിയ സമയമൊക്കെ അന്ന് അത് നന്നായിട്ട് പ്രചാരത്തിലുള്ള സമയം. മണി ചെയിനിൽ കൊണ്ട് തല വെച്ചു, കുറച്ച് പൈസ പോയി കിട്ടി. പിന്നെ ആരാണ്ടോ പറഞ്ഞു ഷെയർ മാർക്കറ്റിനെ പറ്റി. എനിക്ക് ഇതിനെ പറ്റി ഒരു ഗന്ധമില്ല. ഈ ഷെയർ എന്താണെന്നോ മാർക്കറ്റ് എന്താണെന്നോ ഒരു പിടുത്തവും ഇല്ലാത്ത ഒരാളാണ്. ഈ കള്ളും കുടിച്ച് വെച്ച് 20 കൊല്ലം വരെ കള്ളും കുടിച്ച് നടന്ന് ഞാൻ എന്തോന്ന് ഷെയർ അറിയാനായിട്ട്. എന്നാലും ഇവരൊക്കെ പറഞ്ഞല്ലേ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റും. അവിടെയും കൊണ്ടിട്ട് അവിടെയും പോയി ഒരു 10-50,000 രൂപ അങ്ങനെ പോയി കിട്ടി. പിന്നെ പറഞ്ഞു പുതിയ ഓരോ എന്താ ഒരു വാക്ക്, അതിപ്പോഴേ സ്ഥിരമായിട്ട് എല്ലാവരും ഓൺട്രപ്രനോർഷിപ്പ്, അതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ അപ്പിടി പിടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്തുകൊണ്ടോ ഒരു ചായക്കട വിത്ത് പിന്നെ പാട്ടും സംഗീതവും വായനാശാലയും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ചായക്കട തുടങ്ങും പദ്ധതിയൊക്കെ ഇട്ട് അതിലും കൊണ്ടുപോയി കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയും പോയി കിട്ടി നല്ലൊരിത്. അപ്പൊ ഈ പെട്ടെന്ന് തിരിച്ചു പിടിക്കാനായിട്ടുള്ള വ്യഗ്രതയുടെ പുറത്ത് വീണ്ടും സംഭവിക്കുന്നത് എന്താ? പഴയ കുഴപ്പങ്ങളൊക്കെ തന്നെയാണ്, വീണ്ടും നഷ്ടങ്ങൾ തന്നെയാണ് പിന്നെയും സംഭവിക്കുന്നത്. പിന്നെ രണ്ടാമത് എന്റെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത് എന്റെ സാമ്പത്തിക സ്ഥിതി മോശമാവാനായിട്ടുള്ള പ്രശ്നങ്ങൾ. കുടി നിർത്തിയതിന് ശേഷവും മോശമായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയെ വിലയിരുത്തുമ്പോൾ വന്ന രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ എനിക്ക് കുടുംബനാഥൻ ചമയുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാൻ ഇവിടുത്തെ കുടുംബനാഥനാ, ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ആള് ഞാനാ. ആ ഒരു പുരുഷ മേധാവിത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിന്. അത് എല്ലാവർക്കും ഒക്കെ ഉള്ളതായിട്ട് തന്നെ എനിക്ക് തോന്നി. അത് ഒരു ചമച്ചിലായിരുന്നു, ഒരു ചമയലായിരുന്നു, ഒരു വേഷം കെട്ടലായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ കുടുംബമൊക്കെ കൊണ്ടു നടക്കുന്നത് ഞാനാണെന്നൊക്കെ കാണിക്കാൻ ഈ പുതിയ വണ്ടി വാങ്ങുക, വീടൊക്കെ ഒന്ന് മെനയാക്കുക. നമ്മൾ പറയില്ലേ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ പുതിയ കുറച്ച് ഇതെല്ലാം കാശ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഉള്ള കാശ് അല്ല എന്ന് ആലോചിക്കണം, കടം വാങ്ങിയ കാശ്. വീണ്ടും കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുക. കുടി നിർത്തിയതിന് ശേഷം ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കുടുംബനാഥൻ ചമയാൻ വേണ്ടിയിട്ട് ആളുടെ മുന്നില്, സമൂഹത്തിന്റെ ആൾക്കാരുടെയൊക്കെ മുന്നിലൊന്ന് ഗമ കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുക്കുക, വീട് പുതുക്കി പണിയുക. എനിക്ക് എന്തൊരു അല്പത്തരമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ചിരിക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഓർത്തിട്ട്. വേറൊരു മൂന്നാമത് ഞാൻ കണ്ടെത്തിയൊരു കാര്യം എന്താ വെച്ചാൽ എനിക്കൊരു മോളാണ്. അവളുടെ ആവശ്യങ്ങൾ ഞാൻ കുടി നിർത്തിയതിന് ശേഷം വളരെ ആർഭാടമായിട്ട് ഞാൻ അങ്ങോട്ട് നടപ്പാക്കാൻ തുടങ്ങി. ആർഭാടമായിട്ട് എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണം എന്താ വെച്ചാൽ കൊച്ച് അന്ന് പിന്നെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവൾക്ക് ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു, ഒരു നല്ല ഫോൺ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങാടി കിട്ടാവുന്ന ആമസോൺ വഴി ഏറ്റവും ബെസ്റ്റ് ഫോൺ അവൾക്ക് വാങ്ങി. അവൾക്ക് അതിന്റെ ആവശ്യമില്ല, സത്യത്തിൽ അത്രയും നല്ല ഫോണിന്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ആർഭാടം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗംഭീര ഫോൺ ഒരെണ്ണം വാങ്ങിക്കൊടുത്ത് കൊച്ചു തന്നെ കണ്ണു തള്ളിപ്പോയത്. രണ്ടാമത്തെ കാര്യം ചെയ്ത കാര്യങ്ങൾ അതൊക്കെ. ഒരു ലാപ്ടോപ്പ്, പഠിക്കുന്ന കുട്ടിയല്ല, അവർക്ക് ലാപ്ടോപ്പ് ഒക്കെ വേണം. ലാപ്ടോപ്പ് സാധാരണ അന്നത്തെ സ്ഥിതിക്ക് ഒരു 20 രൂപയ്ക്കൊക്കെ നല്ല ലാപ്ടോപ്പ് കിട്ടും. ഞാൻ അതിലൊന്നും നിന്നില്ല. 42,000 രൂപയുള്ള ഒരു ലാപ്ടോപ്പ് ഒക്കെ വാങ്ങി. അപ്പൊ എന്നോട് ആ ചെറുക്കൻ എന്നെ അറിയുന്നവനെ, അവൻ എന്നോട് ചോദിച്ചു എന്തിനാ വൈകിട്ട് ഇതൊക്കെ ഇത്ര കുട്ടിക്ക് ഉള്ളതല്ലേ? ഞാൻ പറഞ്ഞു അല്ല, വാങ്ങുമ്പോ നല്ലത് വാങ്ങാൻ മോനെ, അവിടെ ഒരു ഗമയൊക്കെ
എനിക്ക് ഒരു ഈഗോ ഒക്കെ എനിക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റി അവന്റെ മുന്നിൽ. നമ്മളത്ര മോശക്കാരനൊന്നും അല്ല എന്ന് കാണിക്കുക. കാരണം നീ പണ്ട് കുടിച്ചു നടന്ന ബൈജുവിനെയല്ലേ നീ കണ്ടിട്ടുള്ളൂ. നീ കണ്ടോ ബൈജുവിനെ? കുടിക്കാതെ നടക്കുന്ന ബൈജുവിനെ കണ്ടോ? അങ്ങനെ 42,000 രൂപ എടുത്ത് ആ ലാപ്ടോപ്പ്, ഇതും EMI ആണ്, ബജാജ് ഫിനാൻസ് ആണ്, കടവാണ്. പിന്നെയുള്ളത് എന്താന്ന് വെച്ചാല് കുടുംബത്തോടൊപ്പം ഭയങ്കര ഗംഭീര വിനോദയാത്രകളൊക്കെ നടത്തി. അതെന്റെ ഒരു ഹോബിയായിരുന്നു കുടി നിർത്തിയതിന് ശേഷം. ഇതിന്റെ പിന്നില് പ്രവർത്തിച്ച ഒരു വികാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുടിച്ചോണ്ടിരുന്ന കാലത്തും ഇതേപോലെ ഒരുപാട് ടൂറൊക്കെ നടത്തിയിട്ടുണ്ട് വിത്ത് കുടുംബം. കുടുംബം പോയിട്ട് കൊളമായി തിരിച്ചു വന്നിട്ടുണ്ട്. വൃത്തികേട് എന്ന് വെച്ചാൽ അവരെ ഇനി അങ്ങോട്ട് നാട്ടിൽ നിന്നോ പ്രശ്നക്കാരൻ, അതിന്റെ കൂടെ ഒരു പരിചയം ഇല്ലാത്ത അന്യ നാട്ടിലൊക്കെ പോയിട്ട് ഇവര് ഭയപ്പാടോട് കൂടിയൊക്കെ ഇരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പിന്നീട് പറയുമ്പോഴേ അറിയുന്നത്. ഗോവയിലൊക്കെ പോയിട്ട് തലകുത്തി ഞാൻ നടക്കുകയായിരുന്നു. ഇവർക്ക് അറിയും കൂടിയില്ല, ഭാഷ പോലും അറിയില്ല. എന്നിട്ട് ഈ എന്റെ ഭാര്യയും എന്റെ മോളും അവിടെ നിന്ന് കഷ്ടപ്പെട്ടതിനെ പറ്റിയിട്ടൊക്കെ പിന്നീട് കുറെ കൊല്ലത്തിന് ശേഷമൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ എന്റെ ഉദ്ദേശം ഈ വിനോദസഞ്ചാരങ്ങൾ കുടുംബത്തോടൊപ്പം കുടി നിർത്തിയതിന് ശേഷം പോകുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അലമ്പാക്കിയ സ്ഥലങ്ങളിൽ തന്നെ ഞാൻ പോയി. ഉദാഹരണത്തിന് ഗോവ, പോണ്ടിച്ചേരി അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ പണ്ട് കുറെ അലമ്പ് കളിച്ചുകൊണ്ട് അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ ഒരു പരിഹാരം എന്നുള്ള രീതിയിലും, നല്ല ബൈജു, കുടിക്കാത്ത ബൈജു കുടുംബത്തോടൊപ്പം ദേ പോകുന്നു ടൂറിന് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ, അതൊക്കെ ഈ കുഴപ്പം പിടിച്ചൊരു സ്വഭാവത്തിൽ നിന്ന് വരുന്ന ചിന്തകളാണെന്ന് എനിക്കിപ്പോ മനസ്സിലാകുന്നത്. പിന്നത്തെ വല്ലാത്തൊരു പ്രശ്നം പിടിച്ചൊരു കേസ്, ഭയങ്കര ഉദാരത അങ്ങോട്ട് വരാൻ തുടങ്ങി. ഉദാരത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യത്തിലേറെ സഹായിക്കല്. അത് നാട്ടുകാരെയും കുടുംബക്കാരെയും അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു 5,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവര് ഹാപ്പിയാ. പകരം ഞാൻ അതിലൊന്നും നിൽക്കില്ല. നമ്മളപ്പോ അതിന് പകരം ഒരു 15,000 ഉറുപ്പ്യൊക്കെ കൊടുക്കുക. എക്സസ് ആയിട്ട് നമ്മളെ കയ്യിലുള്ളതിനേക്കാളും കൂടുതൽ ഈ ഉദാരതയുടെ ഭാഗമായിട്ട് അങ്ങ് കൊടുത്തേക്കുക. നാട്ടുകാരെ നന്നാക്കാനും കുടുംബക്കാരെ നന്നാക്കാനായിട്ട് ആവശ്യത്തിലേറെ സഹായങ്ങൾ ചെയ്യുക. അതിലൂടെ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ട ആ ഒരു സ്ഥാനങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു പ്രവണതയാണ്. പിന്നെ വേറൊന്നെന്താന്ന് വെച്ചാൽ ഒരു ഗിൽറ്റ് ഉണ്ട്, ഭയങ്കര കുറ്റബോധം തന്നെയായിരുന്നു ഈ വക കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് ശരിയായ ഒരു തിരിഞ്ഞു നോട്ടത്തിലും ചികഞ്ഞു നോട്ടത്തിലും ആത്മപരിശോധനയിലും മനസ്സിലായ ഒരു കാര്യമാണ്. ഈ ഗിൽറ്റ് തന്നെയാണ് വലിയൊരു പ്രധാന വില്ലൻ. അതായത് കുടിച്ച് 20 കൊല്ലം നടന്നിട്ട് കുടുംബം നോക്കാത്തവൻ എന്നുള്ള ചീത്തപ്പേര് അതൊന്ന് മായ്ച്ചെഴുതിയിട്ട് സ്വർണ്ണ ലിപിയിൽ കുടുംബം നല്ലതുപോലെ നോക്കുന്നവൻ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത, ആ ഗിൽറ്റിൽ നിന്നും ആ കുറ്റബോധത്തിൽ നിന്നും വരുന്ന ആ വ്യഗ്രത, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടങ്ങൾ, ഇതെല്ലാം കൊണ്ട് എത്തിക്കുന്ന എവിടെയാ? കടക്കെണിയിലേക്കാ കൊണ്ട് എത്തിച്ചേനെ, വലിയ കടങ്ങളിലേക്കാ എത്തിച്ച്. അതിന്റെയൊക്കെ ഭവിഷ്യത്തൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക അച്ചടക്കം തീരെ ഇല്ല. രണ്ടാമത്തെ കാര്യം, വരവറിയാതെ ചിലവഴിക്കുക. എന്താണ് ബൈജുവിന്റെ വരുമാനം എന്നുള്ളത് ബൈജുവിന് അറിയേണ്ട കാര്യമല്ലേ? ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് എനിക്ക് ബാങ്കിൽ ഉദ്യോഗമായിരുന്നു. അപ്പൊ എനിക്ക് സ്ഥിരം വരുമാനമുള്ള ആളാണ്. എനിക്കറിയാം എന്റെ ശമ്പളം ഇത്രയാണെന്ന് അറിയാം. പക്ഷേ എന്റെ ചിലവ് എന്ന് പറയുന്നത് അതൊന്നും അല്ല. അതിന്റെയൊക്കെ കിട്ടുന്നതിനേക്കാളും അപ്പുറം അതന്നെ വരവറിയാതെ ചിലവഴിക്കുന്ന ഒരു സ്വഭാവം. പിന്നെ ഈ ചെലവിനൊന്നും ഒരു കണക്കും ഉണ്ടായിരുന്നില്ല. അതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കണക്കില്ലാതെ ചെലവാക്കുക. എന്തിനു വേണ്ടിയിട്ടാ? നേരത്തെ ഞാൻ മുമ്പേ പറഞ്ഞ ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാ. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ, കുടുംബനാഥൻ ചമയാൻ, മോൾക്കൊക്കെ വേണ്ടി ആർഭാടമായിട്ട് കാര്യങ്ങൾ, ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക, ടൂറ് പോകുക, ഉദാരമായിട്ട് കല്യാണത്തിനും വീട്ടുകൂടലിനും ആശുപത്രി ചെലവിനും എല്ലാം ഓരോരുത്തർക്ക് അങ്ങ് കൈ കഴിഞ്ഞങ്ങ് കൊടുത്തേക്കുക. കുറ്റബോധത്തിന്റെ പുറത്തുനിന്നുള്ള ഈ പ്രവർത്തികളെല്ലാം എവിടെയാ എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കണക്കില്ലാതെ ചെലവ് കഴിക്കാൻ തുടങ്ങി. ഈ കണക്കില്ല, അതാണ് നമ്മുടെ വാക്ക്. ഇന്നത്തെ നമ്മുടെ പ്രഭാഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ഇത് തന്നെയാണ്. കണക്കില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത് പലതും. അത് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ കാര്യത്തില് കുടിയുടെ കാര്യത്തിലും കണക്കില്ലായിരുന്നു. അതൊരു ശീലമായിട്ട് മാറിയതും വല്ല ആണോന്ന് എനിക്കൊരു സംശയം നന്നായിട്ടുണ്ട്. കാരണം കണക്കില്ലാതെയാ കുടിച്ചോണ്ടിരുന്ന സമയത്ത് കണക്കില്ലാതെയാ ചെലവാക്കിക്കൊണ്ടിരുന്നത്.
കുടി നിർത്തി കുടി നിർത്തി. പക്ഷേ ശീലങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അത് കണക്കില്ലാതെ തന്നെ നടക്കുന്നു. അപ്പൊ അതാണ് ഈ അടിസ്ഥാനപരമായിട്ട് ഈ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിൽ കൊണ്ട് എത്തിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതായിരുന്നു. ഇത്തരത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പിന്നെയും പിന്നെയും എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും തലയിൽ ആ സർപ്പം പൊന്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനാ ഇതിന്റെ ആവശ്യം എന്താ? ആ പാട്ടിലൊക്കെ പറഞ്ഞാല് ഇങ്ങനെ വേണമെങ്കിൽ ഒരു പാട്ട് പറയാം, കുടിച്ചാലും മരിക്കും കുടിച്ചില്ലേലും മരിക്കും, എന്നാ പിന്നെ കുടിച്ചുകൂടെ എന്നൊക്കെ ഒരു ചോദ്യമില്ല. അതേപോലെയൊക്കെയുള്ള ദുർചിന്തകളൊക്കെ തലയിലോട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി വരാനൊക്കെ തുടങ്ങി. എനിക്കറിയാം അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. പിന്നെ എന്താ ചെയ്യുക? ഒന്നിനും കണക്കില്ല എന്നുള്ളതിന് പകരം കണക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ നിവൃത്തിയില്ല എന്ന് ജീവിതം എന്നെ പഠിപ്പിച്ചതാണ്. എന്റെ ജീവിതത്തിലേക്ക് കണക്ക് കൊണ്ടുവരണം, എന്നാലേ ഞാൻ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുള്ളൂ എന്നുള്ളത് ജീവിതം തന്നെ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് അവിടെ കൺവെൻഷൻസ് ഉണ്ടാവാറുണ്ട്. വർഷത്തിലൊരു കൺവെൻഷൻ ഉണ്ടാവും. ആ 3 ദിവസത്തെ പരിപാടിയാണ്. കൺവെൻഷൻ 3 ദിവസമാണ്. ഞങ്ങളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് 100 ആൾക്കാർ ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് ഭയങ്കര ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരും തമ്മിൽ അടുക്കാനുള്ള നല്ല സാഹചര്യം, കുടുംബങ്ങൾ തമ്മിൽ അടുക്കും. പിന്നെ എല്ലാ ദിവസവും 2-3 ആൾക്കാരുടെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാവും. ആ കാലത്ത് കേട്ട ഒരു പ്രഭാഷണം ഇതായിരുന്നു വിഷയം. അതിൽ പറഞ്ഞ ഒരു സിസ്റ്റർ അങ്ങാട്ടോ വന്നെടുത്ത് ഒരു ഫാമിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം, ഒരു കുടുംബ ബഡ്ജറ്റ് ഉണ്ടാക്കുക. അത് ഒരു പരിഹാര മാർഗമായിട്ടാണ് അവരന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞു തന്നത്. പക്ഷെ അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തു എന്നുള്ളതാണ്. ഞാൻ അത് തന്നെ ഇപ്പൊ ഇവിടെയും അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ നമ്മുടെയൊക്കെ സ്വഭാവത്തിന് ഈ കൈയഴിഞ്ഞുള്ള കണക്കില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ കടം കയറുക, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരിക. അപ്പൊ അതിന്റെയൊക്കെ ഇടയിൽ നമുക്കൊന്ന് നിയന്ത്രിക്കാം. അതാണ് ആ ഒരു നിയന്ത്രണം. നമ്മുടെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നാണ് പടി പറയുന്നത്. നമ്മുടെ 1-ാം പടിയിൽ തന്നെ നമ്മൾ സമ്മതിച്ച കാര്യം. ഈ ജീവിതം അനിയന്ത്രിതമായതുപോലെ തന്നെയാണ് നമ്മുടെ ഈശയും ചോർന്നു പോകുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു നിയന്ത്രണമില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണത്. അപ്പൊ നമുക്ക് അതിനൊരു കൊച്ചു പരിഹാരം, ഞാൻ ഇത്ര നേരം പ്രശ്നത്തെ പറ്റിയാണ് പറഞ്ഞിരുന്നത്, ഇനി നമുക്ക് അതിന്റെ പരിഹാര മാർഗങ്ങളെ പറ്റി കിടക്കാം. അതായത് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു ആൽക്കഹോളിക് അനോണിമസിലെ ഒരു അംഗത്തിന് അവന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഒന്ന് കരകയറാനും, ഇല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്താതിരിക്കാനും. അതുകൊണ്ട് കേട്ടോ, അപ്പൊ അതിന് ഈ ഒരു കാര്യം, ഒരു ബഡ്ജറ്റിംഗ് ഓഫ് ദ ഫാമിലി, കുടുംബത്തിനകത്തൊരു ബഡ്ജറ്റ് കൊണ്ടുവരിക, അത് വളരെ ഗുണം ചെയ്തിരിക്കുക. ഞാനിപ്പോഴും രക്ഷപ്പെട്ട് നിൽക്കുന്ന ആ ഒറ്റ കാര്യത്തിന്റെ പുറത്താണ്. അപ്പൊ എല്ലാരും പറയും ഇപ്പോഴും ബാങ്കിൽ നിന്നൊക്കെ രാജി വെച്ചതിന് ശേഷവും കണക്കപ്പിള്ള തന്നെയാണ് എന്നൊക്കെ തമാശയൊക്കെ മോളൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ആ കാര്യം. വേറൊന്നും അല്ല. എന്തോന്നാ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്? നമ്മള് ഇപ്പം കേന്ദ്ര ബഡ്ജറ്റ്, മറ്റേ സംസ്ഥാന ബഡ്ജറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊന്നുമില്ല. സിമ്പിളാണത്. എന്തോന്നാ വരവ്, എന്താ ചെലവ്, ഇത് തമ്മിലുള്ള വ്യത്യാസം. ചിലപ്പോൾ ബഡ്ജറ്റ് മിച്ച ബഡ്ജറ്റ് ആവും, ചിലപ്പോൾ ബഡ്ജറ്റ് കമ്മി ബഡ്ജറ്റ് ആവും. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ്. പക്ഷെ അതൊരു കണക്കാണ്. നമ്മളെ വിളിച്ചറിയിക്കുകയാണ്, ഇതാണ് നിന്റെ വരുമാനം, ഇതാണ് നിന്റെ ചെലവുകൾ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങൾ വരുമ്പം, ചെലവിൽ കൂടുമ്പം, വരവിനേക്കാളും കൂടുതൽ ചെലവാകുമ്പം നീ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഇത്രയേ ഉള്ളൂ. അത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഈ ഫാമിലി ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. എന്റെ പുസ്തകത്തിനകത്ത് ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. അത് എന്റെ വരവ് എന്താണ്? ഞാനിപ്പോ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ്. സർക്കാരിന്റെ പെൻഷനാണ്, സെൻട്രൽ ഗവൺമെന്റ് പെൻഷൻ. എനിക്ക് കിട്ടുന്നത് ഒരു നിശ്ചിത തുകയാണ്. അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് അത് അറിയാൻ പറ്റും. എല്ലാ മാസവും കൃത്യം 1-ാം തീയതി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തുക. എൻ്റെ പിന്നെ ഭാര്യയ്ക്കും അവൾക്കും ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലിയുണ്ട്. അപ്പൊ അവൾക്കും ഒരു ചില്ലറ പൈസയൊക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പൊ അത് രണ്ടും ഞങ്ങളുടെ സ്ഥിര വരുമാനമാണ്. ഈ എന്റെ പെൻഷനും അവളുടെ ശമ്പളവും പിന്നെ മറ്റു വരുമാനം എന്ന് പറയാനായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് മറ്റു വരുമാനം, പിന്നെ കുറച്ച് ബാങ്കിൽ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടാനുണ്ട്, അതെല്ലാം വരുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു രൂപ ഉണ്ട്. ഇത്ര രൂപ ഒരു മാസം ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അതൊരു രൂപമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ അടിസ്ഥാനം. നമ്മുടെ വരവ് എന്ന് പറയുന്ന കാര്യം കൃത്യമാണ്. ഇത്രയുണ്ട്. ചില സമയങ്ങളിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കൂടുതലൊക്കെ വന്നു എന്നൊക്കെ ഇരിക്കും. ഇപ്പം
അതെ, നമുക്ക് കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങ വിറ്റിട്ടൊന്നും കാശൊന്നും ഇവിടുന്ന് വരാനൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നിശ്ചിതമായിട്ടുള്ളൊരു വരുമാനം ലഭിക്കുന്ന പല ആൾക്കാർക്കും അതല്ല. ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർക്കും കൃഷിയിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർക്കും അങ്ങനെ മാസത്തിലൊരു കൃത്യ വരുമാനം എന്നൊന്നും പറയാൻ പറ്റാറില്ല. പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം ഒരു കണക്ക് വെക്കാം. ഇത്രയൊക്കെ വരവ് എനിക്കുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം ഇത്രയും രൂപ എനിക്ക് വരവുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഏകദേശ രൂപം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ? പിന്നെ ചിലവിനെ പറ്റിയിട്ടുള്ള കാര്യം. ചിലവിനെ പറ്റിയിട്ടുള്ള കാര്യം വരുമ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് തരത്തിൽ അതിനെ വിഭജിച്ചിട്ടുണ്ട്. അത് ഒന്നെന്താന്ന് വെച്ചാൽ, ഒന്ന് സ്ഥിരം ചിലവ്. ഒരു മാസം നമുക്ക് ഉണ്ടാകുന്ന സ്ഥിരം ചിലവുകളാണ്. അതായത് അപ്പം എനിക്കിപ്പോ സ്വന്തം വീടായതുകൊണ്ട് വീട് വാടക വേണ്ട. ചിലർക്ക് വീട്ടിന് വാടക കൊടുക്കണ്ടേ, അതൊരു സ്ഥിരം ചിലവാണ്. പക്ഷെ ഹൗസിംഗ് ലോൺ അടയ്ക്കാനുണ്ടാവും, അതൊരു ചിലവ് തന്നെ. എല്ലാ മാസവും നമുക്ക് അടയ്ക്കാനുള്ള ഒരു കാശ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി, പലചരക്ക്, മത്സ്യം, മാംസം, പച്ചക്കറി, പാല്, ഇതിനൊക്കെയുള്ള ചെലവുകൾ. ഞാൻ ചെയ്തത് ആദ്യത്തെ ഒരു 3 മാസം ഈ ബഡ്ജറ്റിംഗ്, ഫാമിലി ബഡ്ജറ്റിംഗ് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇരുന്നിട്ട് അത് ചെയ്തു. അപ്പൊ ഞങ്ങൾ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങളൊരു പുസ്തകം എടുത്തു വെച്ചിട്ട്, നമുക്ക് അറിയില്ലല്ലോ മാസം എത്രയൊക്കെ വരുന്നുണ്ട് ഏകദേശം. അപ്പം നമ്മൾ ഓരോന്നിനും ഒരു പേജ് തുടങ്ങും. കേട്ടാൽ ബാലിശാന്ന് തോന്നും, പൊട്ടനാണെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയെന്നിരിക്കും. പക്ഷേ ഇഫക്റ്റീവാണ്, ഇതിന്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യത്തിൽ ഇത് ഇവിടെ അവതരിപ്പിക്കുന്നത്. ചിലർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇയാളെന്തോന്ന് ഇത് ഇവിടെ വീട്ടിൽ പച്ചക്കറി വാങ്ങിയതിന്റെ കണക്ക് എഴുതുന്ന ആള് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനൊക്കെ തോന്നും നമുക്ക്. പക്ഷെ ഇത് അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. ഇത് നമ്മൾ ഒരു കൃത്യത കൊണ്ടുവരിക നമ്മുടെ ജീവിതത്തിലേക്ക്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കുടി നിർത്തി എന്ന് പറഞ്ഞ് നടക്കുന്നതിലൊന്നും കാര്യമില്ലെന്നേ. എന്തിനാ ഈ കുടി മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യത്തിൽ ഒന്നും ഒരു കയ്യും കണക്കും ഇല്ലാതെ നടക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തുന്നത്. അതിനല്ലേ നമ്മൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ ഈ മനോഹരമായ ഈ സംഘത്തിന്റെ കൂടെ നിൽക്കുന്നു. അതിന്റെ ഗുണങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒരു ഒരു കുടിയനെ ഇത്രയൊക്കെ പറയാൻ പ്രാപ്തനാക്കി, ഒരു കുടിയനെ ഒരു കണക്ക് വെക്കാൻ പ്രാപ്തനാക്കി എന്നൊക്കെ പറയുന്നത്, അതാ മനോഹരമായിട്ടുള്ള ഒരു നമ്മുടെ എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു മേന്മകളാണ്. മേന്മ എന്ന് തന്നെ പറയാം. ഈ പടികളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു, നമുക്ക് നമ്മളെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അത്രേ ഇവിടെ ഞാൻ ഈ പറയുന്നതിലുള്ളൂ. അപ്പം തിരിച്ചു വരാം. ചിലവ്, ഈ സ്ഥിരം ചിലവ് എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞു, വീട്ടുവാടക അല്ലെങ്കിൽ ലോൺ, ഹൗസിംഗ് ലോൺ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അരി, പലചരക്ക്, മത്സ്യം, മാംസം, പച്ചക്കറി, പാല്, ഇതെല്ലാം ഞങ്ങള് ഓരോന്നിനും ഓരോ പേജ് വെച്ചു. അത് വേറൊന്നിനും വേണ്ടിയിട്ട്, അത് വെറും 3 മാസമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഈ പേജ് വെച്ചുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഒരു കണക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് മീൻ വാങ്ങാൻ എത്ര കാശ് ഒരു മാസം ചെലവാകും, ഇറച്ചി വാങ്ങാൻ എത്ര ചെലവാകുന്നു, പച്ചക്കറിക്ക് എത്ര ചെലവാകുന്നുണ്ട്, പാലിന് എത്ര ചെലവാകും. അപ്പൊ നമുക്കൊരു ഏകദേശ കണക്ക് കിട്ടി, ഒരു മാസം ഇത്രയൊക്കെ ആകുന്നു. പിന്നെന്ന് വെച്ചാൽ സ്ഥിരം ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തോന്നാണ് പറയുന്നത്, കറണ്ട് ബില്ല്. കറണ്ട് ബില്ല് ഒരു സ്ഥിരം ചെലവ്, 2 മാസം കൂടുമ്പോൾ വരുന്നൊരു സാധനം. പിന്നെ ഗ്യാസ്, പിന്നെ വെള്ളത്തിന്റെ തുച്ഛമായ ഒരു ചെലവ്, പിന്നെ ഫോൺ ബില്ല്. അതിപ്പം ലാൻഡ് ഫോണും ഉണ്ട്, മറ്റേ ഫോണും ഉണ്ട്. അതിന്റെ എല്ലാം ബില്ല് അതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന കണക്കുകളാണ്. പിന്നെ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കുള്ള സ്കൂളിലെ ഫീസ്, അതൊരു സ്ഥിരം ചെലവാണ്. ഓക്കെ. പിന്നെ ഭീമമായ മറ്റൊരു ചെലവ് എന്ന് പറഞ്ഞാൽ പെട്രോളാണ്. ഞങ്ങൾ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു രസമായിട്ട് ചെയ്യാം. അത് ഭയങ്കര ഒരു ഒരു കൂട്ടായ്മയാണ് അവിടെയും. ഞാൻ പിന്നീട് വരാം അതിലേക്ക്. ആ കൂട്ടായ്മയുടെ ഭംഗിയെ പറ്റിയിട്ടും സൗന്ദര്യത്തെ പറ്റിയിട്ടും പിന്നെ ഞാൻ പറയാം. പിന്നെ നമുക്ക് ചിലപ്പോൾ ചിട്ടി കാണും, കുറിയിൽ അടയ്ക്കാനുണ്ടാവും. ഇതൊക്കെ സ്ഥിരം ചിലവുകളിൽ നമുക്ക് പെടുത്താം. പിന്നെന്ന് പറയുന്ന സ്ഥിരം കഴിക്കുന്ന, ഇപ്പൊ ഞാൻ മരുന്ന് കഴിക്കുന്ന ആളെ, എനിക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത ഒരു എന്തായാലും 1200 രൂപയുടെ മരുന്ന് എനിക്ക് വേണം. അപ്പൊ അതൊരു സ്ഥിരം ചെലവാണ്. അങ്ങനെയുള്ളത് ഇതൊന്നും കൂടാണ്ട് ചിലപ്പോൾ അടിയന്തര ആവശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു കണക്കും ഞാൻ ഇത് പറയാൻ പറ്റില്ല എന്തൊക്കെയാ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് സ്ഥിരം ചിലവുകളുടെ ഒരു കണക്കുകൾ. പിന്നെ സ്ഥിരമല്ലാത്തൊരു ചിലവ് കിടക്കാനുണ്ട്. അതിനെ നമ്മൾ പറയാ എന്താ, എങ്ങനെയാ അത്, ഈ ഉദാഹരണം ഇത് പറയാം. നമുക്കിപ്പം ആഘോഷങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ ക്രിസ്മസ് വരുന്നു, ഈസ്റ്റർ വരുന്നു, അതിനൊക്കെ അങ്ങനെയൊക്കെയുള്ള ചെലവുകൾ, ഓണം, വിഷു, ഇതിനൊക്കെ ആഘോഷങ്ങൾ വരുന്ന സമയത്ത് എന്തായാലും കുറച്ച് കൂടുതൽ ചിലവ്. പിന്നെ ബർത്ത്ഡേകള്, കുട്ടികളുടെ പിറന്നാള്, അങ്ങനെയൊക്കെയുള്ളത്, ആനിവേഴ്സറി, ഇതൊക്കെ ചിലവ് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ അത് കൊല്ലത്തിലൊരിക്കലാണെങ്കിലും അതിനൊക്കെ ഒരു ചെലവ് നമ്മൾ കണ്ടെത്തണം. അത് പക്ഷെ സ്ഥിരമല്ല,
അത് വർഷത്തിലൊരിക്കലൊക്കെ വരുന്ന കാര്യമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ചടങ്ങുകൾക്ക് പോകേണ്ട വരും, കല്യാണങ്ങൾ ഉണ്ടാവും കുടുംബത്തില്. നമ്മൾ അതൊക്കെ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ പലതും ഒക്കെ ചെയ്യാനൊക്കെ കാണും. പിന്നെ വേറെന്താ പറയുന്നത്, പിന്നെ ചിലപ്പോൾ അവിചാരിതമായിട്ട് വരുന്ന രോഗങ്ങൾ, അപ്പോൾ വരുന്ന ആശുപത്രി ചെലവ്, പിന്നെ വീടിന്റെ ചിലപ്പോൾ അറ്റകുറ്റപ്പണിയൊക്കെ നടത്താനുണ്ടാവും. ഇത്രയൊക്കെ വരുന്നുള്ളൂ. ഇതൊക്കെയാണ് നമ്മളെ ഈ സ്ഥിരമല്ലാത്ത ചെലവുകൾ. പിന്നെ നമുക്ക് വേറെ സാധ്യതയുള്ള ഒരു ചെലവ് എന്താന്ന് വെച്ചാല് നമ്മളെ ഈ ഷോപ്പിങ്ങിന് വരുന്ന ഒരു ചെലവ്. ചിലപ്പോൾ നമുക്ക് തോന്നും എല്ലാവരും കൂടെ പോയിട്ട് തുണി വാങ്ങാനും പിടിക്കാനും, അങ്ങനത്തെ ഒരു ചെലവ് വരും. പിന്നെ നേരത്തെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു യാത്ര, ചിലപ്പോൾ നാട്ടിൽ പോകേണ്ട വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പൊ അടുത്ത് മൂന്നാർ യാത്ര എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് രസമായിട്ട് പോകണ്ടേ. ഏതായാലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനാണ് പഴയ ആൾക്കാർ പറയാറ്, സെലിബ്രേറ്റ് യുവർ സോബ്രൈറ്റി എന്ന്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ കുടുംബമൊക്കെ ആയിട്ടൊരു യാത്രയൊക്കെ പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, ചിലപ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചെലവുകൾ. അതിനെയാണ് നമ്മൾ അസ്ഥിരമായിട്ടുള്ള ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട ഒരു ഐറ്റത്തിലേക്ക് കടക്കാനുണ്ട്. ശരി, വരവുണ്ട്, ചെലവുണ്ട്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു നമുക്ക് എത്ര ചെലവാക്കാം എന്നുള്ളതിന്റെ ഒരു കണക്കാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഈ എഴുതി വെക്കുന്നതിലൂടെ അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു കണക്ക് എന്താന്ന് വെച്ചാൽ, ഒരു 50-30-20, 50-30-20, ഇങ്ങനെ ഒരു ശതമാന കണക്ക് ഞാനും ലൈലയും കൂടെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അതായത് 50% എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ സ്ഥിരമായിട്ടുള്ള ചിലവുകളാണ്. ഓക്കെ, അതെന്തായാലും ഒരു മാസം ഇതൊക്കെ നടക്കും. അതിനു വേണ്ടിയിട്ട് ഈ വരവിന്റെ 50% അങ്ങനെ നമ്മൾ മാറ്റിവെക്കും. പിന്നെ ഈ വേരിയബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ചിലവുകൾ, രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ അതിനൊരു 30% മാറ്റിവെക്കും. അപ്പൊ 50-30-80, ഇനി കിടപ്പുണ്ട് ഒരു 20 ബാക്കി. അതാണ് നമ്മുടെ സേവിങ്സ് ആയിട്ട് മാറുന്നത്. ഈ സേവിങ്സ് ആയിട്ട് അത് ഞാൻ വീട്ടിൽ പറഞ്ഞ സമയത്ത് ഞാനും എൻ്റെ മോളും ഭാര്യയും കൂടെ ഇരിക്കുമ്പോഴാണ് ഞാനിത് പറയുന്നത്. 20% നമുക്ക് സേവിങ്സ് ഉണ്ടാവണം. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ബാക്കി ആവരുത്. പകരം നമ്മൾ ശമ്പളം കിട്ടുമ്പോൾ തന്നെ 20% സേവ് ചെയ്തിരിക്കണം, ബാക്കിയിട്ട് കളിച്ചാൽ മതി. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ മോളൊരു പ്രത്യേക ഒരാവശ്യം മുന്നോട്ട് വെച്ചു. ഇതെല്ലാം കൂടെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ്? അവള് കാര്യം സീരിയസ് ആയിട്ട് ചോദിച്ചു, ഇതെല്ലാം കൂടെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ്? അത് വല്ല ആവശ്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുണ്യെങ്കിലും കിട്ടും. അപ്പോഴാണ് എനിക്കും തോന്നിയത്, ശരിയാണല്ലോ, അതിലൊരു കാര്യമുണ്ടല്ലോ. അപ്പോഴാണ് ഞങ്ങളൊരു കോംപ്രമൈസിലെത്തി. എന്നാൽ അത് ആ 20 എന്നുള്ളത് 10-10 ആണ്. നമുക്ക് 10 മതി സേവിങ്സ്. നമ്മുടെ വരവിന്റെ 10% മതി സേവിങ്സ്. ബാക്കി 10 നമുക്ക് വല്ലവർക്കൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങ് സഹായിക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കൊച്ചാണെങ്കിൽ അവർക്ക് അത് അങ്ങനെ ഒരു ബുദ്ധി തലയിൽ വന്നത് നമ്മൾ മര്യാദയ്ക്ക് നടക്കുന്നോണ്ടല്ലേ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായപ്പോൾ എനിക്കൊരു വലിയ സന്തോഷമൊക്കെ തോന്നിയൊരു ദിവസമാണ്. ഇനി ഈ ഇത്രയും നേരം ഞാൻ ആ വരവിൽ നിന്നും 50% നമ്മളെ സ്ഥിരം ചെലവും 30% നമ്മുടെ അസ്ഥിരമായിട്ടുള്ള ചെലവും പിന്നെ ഈ 20% നമ്മുടെ സേവിങ്സും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇനി എങ്ങനെ നമ്മുടെ സാമ്പത്തിക നില ഇങ്ങനെയൊക്കെ ആയിട്ടും ബുദ്ധിമുട്ടിലേക്കാണ് നീങ്ങുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? അതാണ് ചോദ്യം ഇവിടെ. നമ്മൾ ഏറ്റവും പ്രധാനമുള്ള ചോദ്യം അതാ. ഇത്രയൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ട്, ഇത്രയൊക്കെ നമ്മൾ സങ്കീർണമായിട്ട് ഇരുന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും നമ്മൾ പോകുന്നത് തദൈവ നമ്മളെ പോക്ക് നമ്മൾ വീണ്ടും കടക്കെണിയിലേക്ക് തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് എങ്കിൽ പിന്നെ എന്താ മാർഗം എന്നുള്ള. അപ്പോഴാണ് എങ്ങനെ വരവ് കൂട്ടാം എന്നുള്ള ഒരു ചിന്ത നമുക്ക് തോന്നുക. എങ്ങനെയാണ് നമ്മുടെ വരുമാനം ഒന്ന് കൂട്ടി കിട്ടുക? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെൻഷനറാണ്. എനിക്കിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പെട്ടെന്ന് ബൈജുവിന് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവരൊരു മാസം ഒരു 5000 രൂപ അധികം കൊടുത്തേക്കാന്നൊന്നും ഒരിക്കലും പറയാൻ പോകുന്നില്ല. അത് കിട്ടുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ വരുമാനം കൂട്ടാൻ വേറെ എന്താ ഒരു മാർഗം എന്നുള്ളത് നോക്കും. ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗം, കാരണം എൻ്റെ ജീവിത രീതിയിൽ ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല വരുമാനം കൂട്ടാനുള്ള മാർഗം എൻ്റെ ചിലവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെ. അത് എൻ്റെ ചിലവ് കുറയ്ക്കുന്നതോടുകൂടി ഞാൻ അറിയാതെ തന്നെ എൻ്റെ വരുമാനം കൂടുക. അതൊരു കോൺട്രഡിക്ടറി ആണ്, അതൊരു വൈരുദ്ധ്യമാതിരി തോന്നാം. പക്ഷെ നമ്മുടെ ചിലവ് കുറയ്ക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് നമ്മുടെ ചിലവ് കുറയ്ക്കാൻ സാധിക്കും?
എന്നുവെച്ചാൽ വലിയ ത്യാഗമൊന്നും സഹിച്ചിട്ടൊന്നും ജീവിക്കാനൊന്നും ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ലൈഫ് സ്റ്റൈലിൽ പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു അല്പം താന്നു വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഞാനത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. എന്തോരം കാശ പാഴായിട്ട് പോകുന്നതെന്നല്ല ഒരു കുടുംബത്തിനകത്ത്. അതൊന്ന് ആലോചിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പം നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ലാഭങ്ങളുണ്ട് അതിൽ. ഈ പാഴ്ചെലവുകളെ നമ്മൾ എങ്ങനെ ചുരുക്കിക്കൊണ്ടുവരാന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു കൊച്ചുവാക്കുണ്ട്. അതായത് ഞാനൊക്കെ എന്ത് സാധനം വാങ്ങാൻ കയറി കഴിഞ്ഞാലും ഇപ്പോഴും മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വാങ്ങാൻ പോകുന്ന സാധനം എനിക്ക് അത്യാവശ്യമുള്ളതാണോ, ആവശ്യമുള്ളതാണോ, അനാവശ്യമാണോ? ഈ 3 കാര്യങ്ങളാണ്. ഞാൻ ഒരു സാധനം വാങ്ങാനായിട്ട് പോവുകയാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പലപ്പോഴും ഇത് സംഭവിക്കുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയതിന് ശേഷം, പ്രത്യേകിച്ചും അഡിക്ഷൻ, ആസക്തി ഉള്ള ഒരു മനുഷ്യന് ഇതൊരു വലിയൊരു ട്രാപ്പാ, ഒരു വലിയൊരു ഏടാകൂടം പിടിച്ചൊരു കാര്യമാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ. എന്ത് കണ്ടാലും വാങ്ങാൻ തോന്നുന്നേ അതാണ്. കാരണം അവരുടെ അഡ്വർടൈസ്മെന്റും അതും ഇതൊക്കെ കാണുമ്പോൾ, എന്നാ അത് ഓൺലൈൻ അല്ലേ, അതങ്ങ് വാങ്ങിയേക്കാം, ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മറ്റേ ഗൂഗിൾ പേ, അങ്ങനെയൊക്കെ പല സമ്പ്രദായങ്ങളും ഉണ്ടല്ലോ. നമ്മുടെ കീശ കൊള്ളയടിക്കാൻ ഒരുപാട് സമ്പ്രദായങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന് കാണുമ്പം അതിൽ മയങ്ങുന്നതിന് പകരം ഈ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, ബൈജു, ഇത് നിനക്ക് അത്യാവശ്യമാണോ, ആവശ്യമാണോ, അതോ അനാവശ്യമാണോ? ഒരു 80% കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ളത് തന്നെ ഈ വാങ്ങിക്കൂട്ടൽ. ഇത് മനുഷ്യന്റെ പുതിയ ലോകക്രമത്തിന്റെ അടക്കാനാവാത്ത ഒരു ആർത്തി മൂത്ത് നടക്കുന്നൊരു ലോകമാണ്. എന്ത് കണ്ടാലും വാങ്ങണം എന്നുള്ളൊരു തോന്നൽ. അതാണ് ഈ പലപ്പോഴും അത് നമുക്ക് ഈ ഇവിടേക്കുള്ള മാളുകളിലൊക്കെ പോയാൽ, ഷോപ്പിംഗ് മാള് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ അത് രസമായിട്ട് തോന്നും. വെറുതെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരാളെ എടുക്കുക, എന്നിട്ട് അയാളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, അയാളെ ഒന്ന് നിരീക്ഷിക്കുക. അത് സ്ത്രീകൾക്കാണ് കൂടുതൽ. ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടത് അങ്ങനെയാണ്. അവർക്ക് എന്ത് വാങ്ങണം ഏത് വാങ്ങണം എന്നുള്ളതിനെ പറ്റി ഒരു ചിന്തയും കാണുകയില്ല. കണ്ടു കഴിഞ്ഞാൽ അതിനോടൊരു ആകർഷണം തോന്നിയ ഉടനെ അത് വാങ്ങും, ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പർച്ചേസ് ചെയ്തേക്കുക എന്നുള്ളത്. അവിടെയാണ് നമ്മുടെ ഈ 3 കാര്യങ്ങൾ, ഈ 3 കൊച്ചു ചോദ്യങ്ങൾ. ഇത് എനിക്ക് അത്യാവശ്യമാണോ, ഇതെനിക്ക് ആവശ്യമാണോ, ഇതെനിക്ക് അനാവശ്യമാണോ? ഈ ഒരു ചോദ്യം ചോദിക്കുന്നതോടുകൂടി നമ്മൾ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കിടക്കും. പലപ്പോഴും നമ്മുടെ പർച്ചേസിങ് എല്ലാം അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട്. ഇപ്പൊ ഒന്നും വേണ്ട, ഒന്നും നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിൽ നോക്കിയിട്ട് അട്ടത്തെടുത്തിടുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആദ്യം നമ്മളൊക്കെ വലിയ കാര്യത്തിലൊക്കെ വാങ്ങിയൊക്കെ വെക്കും. ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ ഇതുകൊണ്ട് ഒരു ഗുണമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് കയറ്റിയിട്ട് അട്ടത്തിടും. അട്ടെന്ന് ഞങ്ങള് കോഴിക്കോട്ടുകാർ പറയുന്ന ഒരു വാക്കാണ് അട്ടത്തിടുക എന്ന് വെച്ചാല്, നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ തള്ളുന്നൊരു സ്ഥലം കാണും, അവിടെയായിരിക്കും അതിന്റെ കിടപ്പ്. അവിടെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തോരം സാധനങ്ങളായിരിക്കും അവിടെ. ഇതെല്ലാം കാശ് കൊടുത്ത് വാങ്ങിയ സാധനങ്ങളാണ്, പക്ഷെ ഒരാവശ്യം ഇല്ലാണ്ട് അവിടെ ചുമ്മാ കിടക്കുകയായിരിക്കും. അപ്പൊ അതാണ് ഈ ചോദ്യങ്ങൾ നിരന്തരം എന്ത് വാങ്ങാൻ നേരത്തും ചോദിച്ചോണ്ടിരിക്കും. ഇതൊരു ശീലമാക്കി മാറ്റി വെക്കും. ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യം. എന്ത് സാധനം വാങ്ങുന്നതിന് മുന്നേ തൊട്ട് മുന്നേ ഒന്ന് 3 ചോദ്യമേ ഉള്ളൂ: അത്യാവശ്യമാണോ, ആവശ്യമാണോ, അനാവശ്യമാണോ? അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു ചോദ്യങ്ങളാണ് ആ 3. ഞാനത് പറയുന്ന അനുഭവസ്ഥനായിട്ട് തന്നെ പറയുന്നു. പിന്നെ നമ്മളിപ്പോ പറഞ്ഞു വന്നത് ചെലവ് എങ്ങനെ ചുരുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇതൊരു അനാവശ്യമായ പർച്ചേസുകൾ ഒഴിവാക്കുക, അതൊരു വലിയൊരു ചെലവ് ചുരുക്കലിന്റെ ഭാഗമാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പലതും, അതിൽ കുറെ സാമൂഹ്യ ബോധവും ഉണ്ട് അതിനകത്ത് വരും. അത് ഞാൻ കണ്ടെത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വീട്ടിലിപ്പോ ഞങ്ങളെ വീട്ടില് പലപ്പോഴും പകല് പോലും ലൈറ്റ് കത്തി കിടക്കുന്നതാണ്. ഇതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു ഞാൻ പണ്ടൊന്നും. പക്ഷെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കറണ്ട് ബില്ല് കൂടാൻ തുടങ്ങി. അപ്പൊ അപ്പോഴൊക്കെയാണ് ഇതിനെപ്പറ്റിയൊക്കെ ചിന്ത വരുന്നത്. നോക്കിയപ്പോ പല സമയത്തും ലൈറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കാൻ പറഞ്ഞു. ഇത് കേൾക്കുമ്പം ബാലിശാന്ന് തോന്നും, പക്ഷെ ഇതിന്റെ പിന്നിൽ വലിയൊരു ഫിലോസഫി തന്നെയുണ്ട്. കാരണം നമ്മളെപ്പോലെ ഞങ്ങളിപ്പോ ഇവിടെ ജീവിക്കുന്ന കേരളത്തിലായതുകൊണ്ട് കേരളത്തിലൊക്കെ കറണ്ടിന്റെ ഒക്കെ കാര്യത്തിൽ വലിയ നമ്മളിപ്പോ ഒരു കടുംപിടുത്തം പിടിച്ചിട്ടില്ലെങ്കിൽ ഇല്ലാതെയായി പോകുന്നൊരു സാധനം. അപ്പൊ അതൊരു സോഷ്യലി ആക്ടിവിസം കൂടിയാണ്, അത് സോഷ്യൽ ആക്ടിവിസം കൂടിയുണ്ട് അതിന്റെ പുറകിൽ. ഒരു സാമൂഹ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തി കൂടിയാണ്. ചുമ്മാ കത്തുന്ന കറണ്ടുകളൊക്കെ ഓഫാക്കുക.
ഒരു വീട്ടിൽ പലപ്പോഴും ആവശ്യമില്ലാതെ ഒരുപാട് കറണ്ടുകൾ ഇങ്ങനെ വേസ്റ്റ് ആയി. ഞാനിതിന് കണ്ടെത്തിയ ഏറ്റവും വലിയ മാർഗം നമ്മളൊരു മാതൃകയാവുക എന്നുള്ള. ആരോടും ഒരു കുറ്റവും പറയാൻ പോവാറില്ല. അപ്പം എല്ലാരും കൂടെ ഇരുന്ന് ഊണ് കഴിച്ചു പോകുന്ന സമയത്തും ഫാന് കറങ്ങിക്കൊണ്ട് എന്നാത്തിന് ഇത് അത് ഓഫാക്കാനായിട്ടുള്ളൊരു ഒരു ശീലം ഇപ്പോഴും നമ്മൾ മലയാളികളൊന്നും ആർജിച്ചിട്ടില്ല. അതാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്കും തോന്നുന്നു ആ അവർക്കും അതൊരു ശീലമാക്കണം. നമ്മൾ നമ്മൾ എയിൽ കൂടെ നടന്നിട്ട് കിട്ടിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ആരോടും ഓർഡർ ഒന്നും ഇടാനൊന്നും നിൽക്കാറില്ല. പക്ഷെ നമ്മൾ സജഷൻസ് കൊടുക്കാറ്. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഇത്രയും ആകർഷണീയമായി മാറുന്നത്. നമ്മൾ ഒന്നും ആജ്ഞകളില്ലല്ലോ. നമുക്ക് വെറും സജഷൻസ് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ നമ്മൾ തന്നെ ചിലപ്പോൾ മാതൃകയായിട്ട് മാറി നിൽക്കാറുണ്ട്. മീറ്റിംഗ് ഹാളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പഴമക്കാർ വന്നിട്ട് കസേരയൊക്കെ പിടിച്ചിരുന്ന് കാണും. വേണ്ട ചേട്ടാ ഞാൻ പിടിച്ചിട്ടോളാം എന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മൾ നീങ്ങി. ഇതൊരു സജഷനാണ്. കാരണം നമ്മൾ നടത്തിയൊരു മീറ്റിംഗ് ആണ്. ചിലപ്പോൾ പള്ളിയിലെ ഹാളായിരിക്കും, ചിലപ്പോൾ സ്കൂളിന്റെ ഹാളായിരിക്കും. അപ്പൊ അവിടെ വൃത്തിയാക്കി ഇടുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് പഴമക്കാര്. നമ്മളെ പഠിപ്പിച്ചു തരിക, അവര് തന്നെ ചെയ്യാണ്. അവര് തന്നെ പോയിട്ട് ചിലപ്പോൾ നിലത്ത് കിടക്കുന്ന ചപ്പും ചവറും ഒക്കെ എടുത്തിട്ട് കൊട്ടയ്ക്കകത്ത് കൊണ്ടിടുന്നു. നമ്മൾ ചായ കുടിച്ച ഗ്ലാസ് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഈ 10ഉം 20ഉം വർഷം ഏലുള്ള ആൾക്കാർ ചെയ്യുന്ന കാണുമ്പോൾ പുതുമക്കാർക്ക് അപ്പൊ തോന്നും, അയ്യോ അങ്ങനെ അത് ചെയ്യണം, നമ്മൾ പോയി ചെയ്യാം. ഇതൊരു ശീലം വളർത്തിയെടുക്കില്ല ത്രൂ സജഷൻസ്. അതുപോലെ തന്നെയാണ് ഈ സ്വിച്ച് ഓഫ് ആക്കുക. ഈ സ്വിച്ച് ഓഫ് കർമ്മം എന്ന് പറയുന്ന ഒരു സജഷനാണ്. നമ്മൾ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെയും കൂടെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുകയാണ്. അതൊരു സാമൂഹ്യ പാഠം ആയി മാറുകയാണ്. പിന്നുള്ളത് എന്താ വെച്ചാല് വേറൊരു വരുമാനം കൂട്ടാനും മാർഗം, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം, ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു പച്ചക്കറി കൃഷിയൊക്കെ അങ്ങ് തുടങ്ങും. ടെറസ് ഉണ്ടെങ്കിൽ ടെറസിന്റെ പുറത്ത്, വീട്ടിനകത്ത് വരെ ചെയ്യാം. ഇപ്പൊ മറ്റേ ബാഗ്സ് ഒക്കെയാണ്. ഇത് വേറൊന്നുമല്ല, ഇത് നമുക്ക് ഒരു മാനസിക ഉല്ലാസവും കൂടിയാണ്. പച്ചപ്പല്ലേ നീ ഒരു വീട്ടിനകത്തൊരു തക്കാളിയോ ഒരു പച്ചമുളകോ ഒക്കെ ഉണ്ടായി വരുന്നത്, ഉണ്ടായി വരുന്നത് ഞാൻ സങ്കല്പിക്കാറുണ്ട്. നമ്മൾ ഈ എഴുത്തൊക്കെയുള്ള ഇതൊക്കെ ആയതുകൊണ്ട്, എഴുത്തും സിനിമയൊക്കെ ഉള്ള ആളായതുകൊണ്ട് ചിലപ്പോൾ സങ്കല്പം കുറച്ച് കൂടുതലാണ്. അപ്പൊ പലപ്പോഴും എന്റെ മുളക് മുളച്ചു വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തിയാണത്. നമ്മൾ നട്ട ഒരു സാധനം അതേ മുളച്ചു വരുന്നു, അതിനകത്തൊരു കായ ഉണ്ടാകുന്നു, ഫലം ഉണ്ടാകുന്നു ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ട്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഐ എം ഡൂയിങ് സംതിങ് ഫ്രൂട്ട്ഫുൾ. ഞാൻ എന്തോ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ട്, ഒരു നല്ല സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട്. അത് ഒരു തോന്നൽ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് എന്നോട് ഒരു മതിപ്പൊക്കെ തോന്നാറുണ്ട്. അതൊക്കെയുണ്ട്. വേറൊരു കാര്യം, കുഞ്ഞിക്കാര്യം, ഇതൊരു ചെറിയ കാര്യമാണ്. ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് വിജയിച്ചൊരു കാര്യം. അതായത് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ഒരു മൂന്നാർ സ്വപ്നം എപ്പോഴും ഉണ്ട്. അത് എന്നാന്ന് അറിയത്തില്ല, മൂന്നാർ വരാൻ കാരണം എന്നാന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തമില്ല. അവിടെ പോയപ്പോഴ് പണ്ടൊക്കെ പോകുമ്പം അടിച്ചു മാറായിട്ട് കോൺ തെറ്റിയൊക്കെ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും വീണ്ടും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിലേക്കാണ്. അതൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞു, അവിടെ ഒരു സ്വപ്ന സ്ഥലമാണ്. അപ്പൊ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ചി വാങ്ങിയിട്ടൊരു കുഞ്ചിപ്പണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, അത് അറിയില്ലേ, കുഞ്ചിപ്പണം എന്ന് പറയുന്നത് പിഗി ബാങ്ക് എന്ന് പറയുന്ന സാധനം. ചെറുതായ ഒരു അപ്പൊ അതിനകത്തെന്ന് വെച്ചാൽ ചില്ലറ കയ്യിലൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് കൊണ്ട് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ മൂന്നാർ ടൂറിന് വേണ്ടിയിട്ടുള്ള സാധനം. ഞാൻ കുടി നിർത്തിയ ഇടയ്ക്ക് ഇതേപോലെ എന്റെ മോളുടെ കയ്യില്, അല്ലേ സോറി, ഞാൻ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മോൾക്കുണ്ടായിരുന്നു ഇതുപോലെ ഒരു കുഞ്ചി. അവൾക്ക് സൈക്കിൾ വാങ്ങാൻ വേണ്ടി കൊച്ച് ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ച്, അവൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കുടുംബക്കാരൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന പോക്കറ്റ് മണിയൊക്കെ ഈ കുഞ്ചിക്കകത്തിട്ടിട്ട് അവള് സൈക്കിൾ വാങ്ങണം എന്നുള്ള വലിയ ആഗ്രഹം കൊണ്ട് നടക്കുമ്പോൾ ഒരു ദിവസം അവളുടെ തന്ത, അതായത് മഹാനായ ഞാൻ ആ കുഞ്ചി എടുത്തോണ്ടാ പോകുന്നത്. എന്റെ അടുത്ത് കാശില്ല കുടിക്കാൻ. ഞാൻ അതും എടുത്ത് പോയി. കൊച്ചിവിടെ എല്ലാം തപ്പി നടക്കുന്നു. അപ്പൊ കൊച്ചിനറിയാം ഇങ്ങനത്തെ ഈ വക്രീസ് എല്ലാം ഒപ്പിക്കുന്ന ആള് അവളുടെ സ്വന്തം തന്ത തന്നെയാണ് അറിയാം. അപ്പൊ അത് കുറെ കൊല്ലത്തിന് ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ സൈക്കിൾ ലേഡി ബേർഡ് ലേഡി ബേർഡ് എന്ന് പറഞ്ഞൊരു സൈക്കിൾ വാങ്ങാൻ വേണ്ടി വെച്ച അതും എടുത്തുകൊണ്ട് പോയി കുടിച്ചില്ലേ, അപ്പൊ നല്ല മാന്യനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ തമാശയായിട്ടൊക്കെ പറയും. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഒരു പിഗി ബാങ്ക് വെച്ചേക്കും, അവിടെ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് അത് വെച്ചേക്കുക, അതിനകത്ത് എല്ലാരും കൊണ്ടിട്ടോളും. അത് ചില്ലറ പൈസകൾ കൊണ്ടിട്ട് നമ്മൾ അറിയാതെ വളർന്നു വരും. അത് നമുക്കൊരു ഉദ്ദേശവും കൂടി അതിൽ വെക്കാം, ഇത് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞൊരു ഉദ്ദേശവും കൂടെ വെച്ച് കഴിഞ്ഞാല്, ഇനി ഞാൻ സമയം ഒത്തിരിയായ ഇല്ല, ഞാൻ നിർത്താൻ പോവാണ്. അതിനു മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറഞ്ഞ അഭ്യാസങ്ങളെല്ലാം നമ്മൾ നടത്തുമ്പോഴും ഇത് ഒരു ഫാമിലി അഫെയർ ആയിട്ട് മാറ്റുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മള് കുടി നിർത്തിയ ഞാനും നിങ്ങളൊക്കെ ഈ വക കാര്യങ്ങളൊന്നും ചെയ്തിട്ട്
മെച്ചങ്ങൾ ഉണ്ടാവും, ശരിയാണ്. പക്ഷേ ഇതിനെ നമ്മൾ കുടുംബത്തിന്റെ ഒരു പങ്കാളിത്തത്തോടു കൂടി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് അതിപ്പോ എന്റെ ഭാര്യയ്ക്കറിയാം. എന്താണ് എന്റെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് അവൾക്കറിയാം, എന്റെ മകൾക്കറിയാം, മകളെ ഭർത്താവിനറിയാം. അപ്പം ആദ്യമൊക്കെ എനിക്കുണ്ടായിരുന്നു, ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞാൽ പോരെ, എന്നാത്തിനെ ഇവരെയൊക്കെ അറിയിക്കേണ്ട കാര്യം, കൊച്ചുങ്ങളെ എന്തിനാ ഇതൊക്കെ അറിയിക്കുന്നത്, കുട്ടികളെ എന്തിനാ ഇത് അറിയിക്കുന്നത്, എന്റെ കാര്യം നമുക്ക് ഏതായാലും കഷ്ടപ്പെടുന്നുണ്ട്, അത് ഞാൻ അറിഞ്ഞാൽ മതി എന്നൊക്കെ. പക്ഷെ അത് ശുദ്ധ വിഡ്ഢിത്ത കേട്ടോ. ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറയാം, അത് വെറും വിഡ്ഢിത്ത. അത് അങ്ങനെ വിചാരിക്കുന്നത്, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തിനാ മക്കളെ അറിയിക്കുന്നത്, എന്തിനാ ഭാര്യയെ അറിയിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അവരറിയണം, അവരറിഞ്ഞിരിക്കണം എന്താണ് ഈ മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്നുള്ളത്. കാര്യം അതിനകത്ത് വലിയൊരു കാര്യം വേറെയുണ്ട്. മക്കളെ കാര്യം ഞാൻ പറഞ്ഞു. എന്റെ മകൾക്കൊക്കെ അത് നന്നായിട്ട് ഇപ്പോഴുണ്ട്. അതായത് അവളുടെ അപ്പൻ കുടി നിർത്തിയിട്ടുണ്ട്, അവൾക്ക് സന്തോഷമായി. പക്ഷെ അവളുടെ അപ്പൻ ഇപ്പൊ കുടുംബം നോക്കുന്നു. അതാണ്, അത് വെറുതെ അല്ല, കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നു. ആ കഷ്ടപ്പാട് എന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ആ കൊച്ചിന്റെ സ്വഭാവത്തിനെയും നന്നായിട്ട് ബാധിക്കുന്നു. കാര്യം ഇന്നാളെ എനിക്കൊരു മെസ്സേജ് അയച്ചു, ഈ വാട്സാപ്പ് മെസ്സേജ് ഉണ്ടല്ലോ, അതില് എനിക്ക് സങ്കടമൊക്കെ വന്നു അത് കണ്ടിട്ട്. അത് പറഞ്ഞ്, അബ്ബ ഇപ്പോഴും വെയിൽ കൊള്ളുന്നത് ഞാൻ തണലത്തിരിക്കാനല്ലേ. ആരണ്ട ഫോർവേഡ് ചെയ്തൊരു മെസ്സേജാണ്. പക്ഷെ എനിക്കത് കണ്ടപ്പം കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, നമ്മൾ വെയിൽ കൊള്ളുന്നത് നമ്മുടെ മക്കള് തണലത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് സ്വന്തം മകൾ എഴുതി അയക്കുമ്പം ഒരു കുടിച്ചു നടന്നൊരു ആൾക്ക്, കുടി നിർത്തിയ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അത് അനുഭവിച്ചറിയേണ്ട ഒരു സാധനം. അത് മറ്റൊന്നുമല്ല, നമുക്ക് നമ്മളെ പറ്റിയുള്ള ഒരു മതിപ്പ് ഇങ്ങനെ വളരുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇവരൊക്കെ അറിയുമ്പം അത് വളരെ പോസിറ്റീവായിട്ടാണ് മാറുന്നത്. കാര്യം മുമ്പ് നമ്മൾ നടത്തിയ കാര്യം നമുക്കറിയില്ല, നമ്മുടെ വിക്രീസ് ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഇവരറിഞ്ഞിട്ടുണ്ട്. അതേ മനുഷ്യനാണ് ഇപ്പം ഇതുപോലെ നിൽക്കുന്നത്, കുടുംബം നോക്കാനായിട്ട് നിൽക്കുന്നത്, ആ സ്ഥാനത്ത്, കുടുംബനാഥൻ എന്നുള്ള സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ അതിൽ അവർക്കുണ്ടാകുന്ന ഒരു ആത്മധൈര്യമുണ്ട്, അതിൽ അവർക്കുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു പുളകമുണ്ട്. അതാ ഞാൻ ആ വാക്കാ കറക്റ്റ്, ഒരു പുളകം എന്റെ മകളുടെ കണ്ണിൽ ഞാൻ കാണാറില്ല, ആ പുളകം. അത് ഇപ്പൊ അത് ആ മതിപ്പ് എനിക്കും കിട്ടുന്നുണ്ട്. എനിക്ക് എന്നെ പറ്റി എന്ന് ഞാൻ പറയുമ്പം എന്നെ പറ്റിയല്ല, എന്റെ സുബോധത്തെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര മതിപ്പ് കൂട്ടുന്ന ഒരു കാര്യമാണ് ഈ കുടുംബത്തിന്റെ ഈ പങ്കാളിത്തത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു വലിയൊരു സുഖമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഊന്നി പറയുന്നത്, നമ്മുടെ സാമ്പത്തിക ബഡ്ജറ്റിങ്ങും ഈ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ നമ്മൾ നടത്തുന്ന ഈ മാറ്റങ്ങളും കുടുംബ പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്നതോടുകൂടി വേറെ ഡയമെൻഷനിലേക്കാണ് അത് എത്തുന്നത്. അത് കുറച്ചൊരു മടി തോന്നുന്ന കാര്യമായിരിക്കും, എന്നാലും അത് ശ്രമിച്ചു നോക്കിയാല് അതിന്റെ ഗുണം ഭയങ്കര, അത് വേറെ ഡയമെൻഷൻ ഞാൻ പറഞ്ഞ ചുമ്മാതല്ല, വേറെ വല്ലാത്തൊരു പ്രത്യേക ഡയമെൻഷനിലേക്കാണ് അത് എത്തുക. ഈ വീട് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും കൂടെ കൂട്ടായ ശ്രമം ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്ത നമ്മൾ അവർക്ക് കൊടുത്തോണ്ടിരിക്കുക. ഒരാൾ ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടെ നോക്കുമ്പോഴാണ് ഒരു കുടുംബം മുന്നോട്ട് നയിക്കേണ്ട വരിക. കാരണം നമ്മൾ മുമ്പ് കൊടുത്ത മെസ്സേജിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളിപ്പോ കൊടുക്കുന്നത്. കുടിച്ചു നടന്ന ബൈജു കൊടുത്തോണ്ടിരുന്ന ഒരു മെസ്സേജിന്റെ നേർ വിപരീതമായിട്ടുള്ള ഒരു സദ്ഗുണമുള്ള ഒരു മെസ്സേജ് ഞാൻ ഇപ്പൊ എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് അതിനകത്തുള്ള നമ്മുടെ സുബോധത്തിന്റെ മേന്മ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ അത് എപ്പോഴും കാണാറുണ്ട്. കാരണം അതൊരു സുബോധത്തിന് കിട്ടുന്ന ടോക്കൺസ് ആണ്. അത് ബർത്ത്ഡേ ടോക്കൺ വാങ്ങുന്ന പോലെ എന്റെ സുബോധത്തിന് എന്റെ കുടുംബം എനിക്ക് മടക്കി തരുന്ന ടോക്കൺസ് ആണ് ഈ വക കാര്യങ്ങളൊക്കെ, ഈ അംഗീകാരം. അപ്പൊ അത് കിട്ടുമ്പം ഇച്ചിരി അഭിമാനം തോന്നാറൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഒരു അഹങ്കാരമൊക്കെ തോന്നാറൊക്കെ ഉണ്ട് കേട്ടോ, ഉള്ളത് പറയണല്ലോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള്, ഈ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നതിന് ഞാൻ കുറച്ച് എക്സംപ്ലിഫൈ ചെയ്തതും നീട്ടി പറഞ്ഞതും ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ആവട്ടെ. ഞാനിത് പ്രവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് സത്യസന്ധമായിട്ടല്ലേ നമ്മൾ കാര്യങ്ങൾ പറയുള്ളൂ. അപ്പം
ദിസ് ഈസ് ഇഫക്റ്റീവ്. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. നമ്മൾ ഈ പറഞ്ഞ ബഡ്ജറ്റിങ്ങും പിന്നെ മറ്റേ ഞാൻ പറഞ്ഞ ആ എടുത്തു പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എന്ത് വാങ്ങാൻ നേരത്തും അത്യാവശ്യമാണോ, ആവശ്യമാണോ, അനാവശ്യമാണോ, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. കീപ് ഇറ്റ് സിമ്പിൾ എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചോദ്യം, എന്ത് വാങ്ങാൻ പോകുന്ന സമയത്തും ഇത് നമുക്കിപ്പം അത്ര വലിയ അത്യാവശ്യമുള്ള കാര്യമാണ്, ഇത് ആവശ്യമാണോ, ഇത് അനാവശ്യമാണോ, ഈ ചോദ്യം നിരന്തരം നമ്മൾ ഓരോ പർച്ചേസിന് മുന്നേ ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാതെ ഈ വിഷയം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കിത് വലിയ ഇഷ്ടമാണ് ഈ വിഷയം. നമ്മൾ പറഞ്ഞ ആൽക്കഹോളിക്സിന്റെ അടുത്ത് മാത്രമല്ല, അല്ലാതെ പലപ്പോഴും ചിലപ്പം ഈ കുടുംബ സദസ്സുകൾ അങ്ങനെയൊക്കെയുള്ള സദസ്സിലൊക്കെ ഇത് അവതരിപ്പിക്കുമ്പം ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരുടെ മുഖത്ത് ഒരു ഭയങ്കര ഒരു വ്യത്യാസമൊക്കെ കാണാറുണ്ട്. അപ്പൊ ഏകദേശം എന്റെ നാവിലെ വെള്ളം വറ്റിയെന്ന് തുടങ്ങി. എനിക്കും പറഞ്ഞ മാതിരി ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിതൗട്ട് ഡൗട്ട് യു ക്യാൻ ആസ്ക്, ചോദിച്ചുകൊണ്ടിരിക്കണത്. അപ്പൊ ഞാൻ നിർത്തുകയാണേ. ഷിബു.